ഹായ് ഡിയേഴ്സ്, ഏവർക്കും PS വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നൊരു ഫുഡ് വീഡിയോ ആണ്. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ചോറാണ്. സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നമുക്ക് ചോറ് എങ്ങനെ കുക്കറിൽ വയ്ക്കാനായിട്ട് സാധിക്കും. ചിലർക്കൊക്കെ വളരെ പ്രയാസമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പലരും വയ്ക്കാൻ വേണ്ടി പേടിക്കുന്ന ഒരു കാര്യമാണ് കുക്കറിൽ ചോറ് വയ്ക്കുന്നത്. പക്ഷേ കുക്കറിൽ ചോറ് വയ്ക്കുന്നത് വളരെ എളുപ്പമാണ്. നമ്മൾ നോർമലി അല്ലാതെ വയ്ക്കുന്നതിനേക്കാളും കുക്കറിൽ വയ്ക്കുന്നത് വളരെ എളുപ്പത്തിൽ നമുക്ക് വയ്ക്കാവുന്നതാണ്. പക്ഷേ അതിനെക്കുറിച്ച് നമ്മൾ നന്നായിട്ടൊന്ന് പഠിച്ചെടുക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ നമുക്ക് ഇന്ന് അതിന് വേണ്ടതായിട്ടുള്ള സാധനങ്ങൾ നോക്കാം. ചോറ് വയ്ക്കാൻ വേണ്ടി ഒഴിച്ചുകൂടാനാവാത്ത ഒരു കാര്യമാണ് നമ്മുടെ അരി എന്ന് പറയുന്നത്. ഇത് ഞാനിവിടെ 1 കപ്പ് അരി എടുത്തിട്ടുണ്ട്. ഇത് വടിയരിയാണ്. ഞങ്ങളിവിടെ ഇതാണ് യൂസ് ചെയ്യുന്നത്. 1 കപ്പ് അരി. ഇനി അതിനാവശ്യമായിട്ടുള്ള വെള്ളം. ഇവിടെ ഞാൻ 1 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് അതിന് കണക്കാക്കി 6 ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ എടുക്കുന്ന അരിക്കനുസരിച്ചാണ് നമ്മൾ വെള്ളം എടുക്കേണ്ടത്. പിന്നെ മറ്റൊന്നാണ് നമ്മുടെ കുക്കർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രം മതിയാകും നമുക്ക് ചോറ് കുക്കറിൽ തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അരി നമുക്കൊന്ന് കഴുകിയെടുക്കാവുന്നതാണ്. പിന്നെ നമുക്ക് അരി പാത്രത്തിലേക്ക് തട്ടാം. ഞാനിവിടെ അരി കഴുകിയെടുക്കാൻ വേണ്ടി വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അരി നന്നായിട്ട് കഴുകിയെടുക്കാം. ഒരു 3 വെള്ളത്തിലെങ്കിലും നമ്മൾ അരി നന്നായിട്ടൊന്ന് കഴുകിയെടുക്കേണ്ടിയിരിക്കും. അതിൻ്റേതായിട്ടുള്ള പൊടിയും കാര്യങ്ങളൊക്കെ ഒന്ന് പോകുന്നതിന് വേണ്ടിയിട്ട് നന്നായിട്ട് കഴുകിയെടുക്കുക. അങ്ങനെ വേണ്ടേ നമ്മുടെ അരി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരിയെ കുക്കറിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മൾ കുക്കറിലേക്ക് അരി ഫുള്ളായിട്ട് തട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന 6 ഗ്ലാസ് വെള്ളം, പച്ചവെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത്. പച്ചവെള്ളം മതി. പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുന്നു. അതിനുശേഷം നമുക്കിത് കുക്കർ ക്ലോസ് ചെയ്യാം. ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കുക്കറിൽ എന്ത് സാധനങ്ങൾ നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടി വച്ച് കഴിഞ്ഞാലും നമ്മൾ വിസിൽ വയ്ക്കുന്നതിന് മുമ്പായിട്ട് ഇവിടുന്ന് സ്റ്റീം വരാൻ വേണ്ടി അനുവദിച്ചതിന് ശേഷമാണ് വിസിൽ വയ്ക്കേണ്ടത്. അതിനു മുമ്പ് വിസിൽ വയ്ക്കാൻ പാടില്ല. എൻ്റെ ഇൻസ്ട്രക്ഷൻ അങ്ങനെയാണ്. പക്ഷേ മിക്കവർക്കും പേടിയാണ്. നമ്മൾ ആദ്യമേ എന്ത് ചെയ്യും, വിസിൽ വച്ചതിന് ശേഷമായിരിക്കും നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടി വയ്ക്കുന്നത്. കാരണം ഇവിടെ നിന്നിങ്ങനെ നല്ല ഹൈ സ്പീഡിലാണ് ആവി വരുന്നത്. ഈ ആവി വരുമ്പോഴത്തേക്കും ഇതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ കൈ കൊണ്ട് വയ്ക്കുമ്പോഴത്തേക്കും ചിലപ്പം കൈ പൊള്ളിപ്പോകാൻ വേണ്ടി ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് എല്ലാവരും പേടിച്ചിട്ടാണ് ചെയ്യാത്തത്. എനിക്കും പേടിയാണ്. ഞാനും ആദ്യമേ തന്നെയാണ് വിസിൽ വയ്ക്കുന്നത്. അടപ്പ് കഴുകിയെടുക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ പുറമേയും സൈഡും മാത്രം കഴുകി അങ്ങനെ നോക്കാതെ നമ്മൾ ഈ അടപ്പ് എന്ത് ചെയ്യണം, തിരിച്ചു വെച്ചതിന് ശേഷം നമ്മൾ വെള്ളം ഒഴിച്ച് നോക്കുക. വെള്ളം കറക്റ്റായിട്ട് ഇതുവഴി വരുന്നുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഓക്കെ. കാരണം എന്തായാലും എന്ത് ചെയ്യും, നമ്മുടെ സ്റ്റീം പുറത്തേക്ക് എന്തായാലും വരും, ഉറപ്പാണ്. അപ്പം നമ്മൾ കുക്കറിൻ്റെ അടപ്പ് കഴുകുമ്പം പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ചോറ് വയ്ക്കാനായിട്ട് ചെയ്യുന്ന എന്ത് കാര്യത്തിനും നമ്മൾ കുക്കർ യൂസ് ചെയ്യുമ്പം അങ്ങനെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഇതിലേക്ക് വിസിൽ വയ്ക്കാം. ഓക്കെ, നമ്മൾ വിസിൽ വെച്ചു. അങ്ങനെ നമ്മുടെ പ്രിപ്പറേഷന് വേണ്ടിയായിട്ടുള്ള കുക്കർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് തന്നെ സ്റ്റൗ കത്തിക്കാം. സ്റ്റൗ കത്തിച്ചതിന് ശേഷം നമുക്ക് കുക്കർ എടുത്ത് വെച്ചു. ഇനി മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കുക്കർ വയ്ക്കേണ്ടത് നമ്മുടെ ഗ്യാസ് സ്റ്റൗവിൻ്റെ ഏറ്റവും ചെറിയ അടുപ്പിലായിരിക്കണം. കാരണം തീ കുറച്ച് വരുന്ന രീതിയിൽ വേണം വയ്ക്കാൻ. കാരണം ഇത് കുറേ സമയം നമ്മൾ കുക്ക് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പം നമ്മൾ കൂടുതൽ കാരണം ഹൈ ഫ്ലെയിമിലിട്ട് നമ്മൾ വേവിക്കേണ്ടിയിരിക്കുന്നു, ലോ ഫ്ലെയിമിലിട്ടും വേവിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഹൈ ഫ്ലെയിമിലിടുമ്പോൾ അത്രയും പെട്ടെന്ന് എന്ത് ചെയ്യും, അത് ഹീറ്റായിട്ട് പെട്ടെന്ന് വെള്ളം പാഞ്ഞു പോകാൻ വേണ്ടി
വെള്ളം ചീറ്റി പോകാൻ വേണ്ടി ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് അത് എല്ലാവരും ശ്രദ്ധിക്കുക. തീ കുറച്ചുള്ള അടുപ്പിൽ വേണം നമ്മൾ കുക്കർ നമ്മുടെ ചോറ് വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് കുക്കർ റെഡിയാക്കി വയ്ക്കുന്നത്. ഇനി എത്ര സമയമാണ് നമുക്ക് ഹൈ ഫ്ലെയിമിലിടേണ്ടത്, ലോ ഫ്ലെയിമിലിടേണ്ടത്, ഇതിനെക്കുറിച്ച് പറയാം. ടോട്ടൽ 30 മിനിറ്റാണ് നമുക്ക് ഇതിൽ കുക്കറിൽ വേവിച്ചെടുക്കേണ്ടതായിട്ടുള്ളത്. ഇതിൽ 15 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും 15 മിനിറ്റ് ലോ ഫ്ലെയിമിലുമാണ് വേവിച്ചെടുക്കേണ്ടത്. ചിലർ വിസിലിൻ്റെ എണ്ണം പറയാറുണ്ട്. പക്ഷേ വിസിലിൻ്റെ എണ്ണം നമ്മൾ കണക്കാക്കുന്നതിനേക്കാളും എൻ്റെ ഒരു എക്സ്പീരിയൻസ് അനുസരിച്ച് പറയുകയാണ്. ഞാൻ ടൈം നോക്കി വെച്ചാണ് കുക്കറിൽ ഏത് ഡിഷ് ഉണ്ടായിക്കഴിഞ്ഞാൽ ടൈം അനുസരിച്ചാണ് ഞാൻ കുക്കറിൽ പ്രിപ്പയർ ചെയ്യാറുള്ളത്. എനിക്കതാണ് സൗകര്യമായിട്ട് തോന്നിയിട്ടുള്ളത്. നമ്മൾ വിസിൽ എത്ര എണ്ണം വരുന്നു അങ്ങനെയൊന്നും നോക്കണ്ട. നമ്മൾ കൃത്യമായിട്ട് നമ്മൾ കുക്കർ വെച്ചു 15 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് വേവിക്കുക. അത് കഴിഞ്ഞ് ഒരു 15 മിനിറ്റ് മീഡിയം ലെവലല്ല ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കുക. ഇങ്ങനെയാണ് നമ്മൾ കുക്കറിൽ പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കുക്കർ വെച്ചതേ ഉള്ളൂ. നമുക്കിനി 15 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് വേവിക്കാം. അതിനുള്ളിൽ ചിലപ്പോൾ 1-2 വിസിലൊക്കെ വരും, ചിലപ്പോൾ വിസിൽ വരാതിരിക്കും. ഈ നമ്മൾ 15 മിനിറ്റ് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ വിസിൽ വന്നില്ല എന്നും വരും. എങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ ലോ ഫ്ലെയിമിലേക്ക് അത് മാറ്റും. പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ വെള്ളം വെച്ചിട്ടുണ്ട്. 6 ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പം വെള്ളം മുകളിലേക്ക് വന്ന് ചീറ്റിപ്പോകാൻ വേണ്ടി സാധ്യത കൂടുതലാണ്. അപ്പം അടുപ്പ് അണഞ്ഞു പോകാതെ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ചോറ് ഏതാണ്ട് റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 15 മിനിറ്റ് വരെ ആകാൻ വേണ്ടി പോകുന്നു. അതായത് ഹൈ ഫ്ലെയിമിൽ വച്ചിട്ട് നമ്മൾ 15 മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. ഇത് ഏകദേശം ഇപ്പോൾ തന്നെ 2 വിസിൽ കഴിഞ്ഞു. 15 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പം ഇതിനെ ലോ ഫ്ലെയിമിലോട്ട് ആക്കാം. നമ്മളിപ്പം ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഇനിയും ചിലപ്പം വിസിലടിക്കാൻ ചാൻസ് ഉണ്ട്. നമുക്കിനി ഒരു 15 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് 15 മിനിറ്റുകൾ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോഴത്തെ കണ്ടീഷൻ ഇങ്ങനെയാണ്. ഏകദേശം ഇപ്പോൾ സെറ്റായി കഴിഞ്ഞ് നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്യാം. സ്റ്റൗ ഓഫ് ചെയ്ത് ഏകദേശം ഒരു 15 മിനിറ്റ് നമ്മൾ അടുപ്പത്ത് തന്നെ വച്ചിരിക്കുക. അങ്ങനെ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം 15 മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്കിതിനെ ഓപ്പൺ ചെയ്ത് നോക്കാം. കണ്ടോ, ഈ ഒരു രീതിയിലായിരിക്കും നമുക്ക് അരി വെന്ത് ലഭിച്ചിട്ടുണ്ടായിരിക്കുക. ഇനി നമുക്ക് ഈ വെള്ളം വാർന്ന് കളയാം. അതിനുവേണ്ടി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. കണ്ടോ, ഇത്രയും ചോറ് ഏകദേശം നമുക്ക് കുക്കറിൽ തന്നെ ബാക്കിയായിട്ട് അവശേഷിക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് തിളപ്പിച്ചാറ്റിയ വെള്ളം ഒഴിച്ചെടുക്കാം. നമുക്ക് വേണമെങ്കിൽ പച്ചവെള്ളം യൂസ് ചെയ്യാവുന്നതാണ്. ഞങ്ങളിവിടെ കഞ്ഞിവെള്ളം ഉപ്പൊഴിച്ച് കുടിക്കാറുണ്ട്. അതുകൊണ്ടാണ് തിളപ്പിച്ചാറ്റിയ വെള്ളം ഒഴിക്കുന്നത്. ഒത്തിരി വെള്ളമൊന്നും വേണ്ട, കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മൂവ് ചെയ്തെടുത്തിട്ട് നമ്മുടെ മാറ്റി വെച്ചിരിക്കുന്ന ഈ അരിയിലേക്ക് ചോറിലേക്ക് നമുക്ക് ഇനി വെള്ളം ആവശ്യമാണെങ്കിൽ വെള്ളം മിക്സ് ചെയ്യാം. അല്ലെങ്കിൽ ഈ വെള്ളം തന്നെ ഒന്ന് നമുക്ക് ഇങ്ങോട്ട് എടുത്ത് ഇവിടെ കലക്കി തിരിച്ചൊഴിച്ച് കൊടുക്കുക. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഒന്നിത് തൊട്ട് നോക്കിയാൽ തന്നെ നന്നായിട്ട് മനസ്സിലാവും. എത്രത്തോളം വെന്തിട്ടുണ്ടെന്ന് കണ്ടോ, നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. നമുക്ക് ആവശ്യമായ രീതിയിൽ വെന്ത് ലഭിച്ചിട്ടുണ്ട്. ഇനി വെള്ളം മാർന്നു പോകാനായിട്ട് വയ്ക്കാം. ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ അധികം സമയം, അതായത് നമ്മൾ കുക്കർ ഓഫ് ചെയ്ത് ഏകദേശം 15 മിനിറ്റാണ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരുന്നത്. അതിൽ കൂടാൻ പാടില്ല. കാരണം കൂടുതൽ സമയം ഇരിക്കുന്നതനുസരിച്ച്
ഇത് കൂടുതൽ ഈ ചോറ് വെന്ത് പോകും. കാരണം അതിൻ്റെ അകത്ത് വെള്ളമുണ്ട്. വെള്ളം നല്ല തിളച്ച് കിടക്കുന്ന വെള്ളമാണ്. അതുകൊണ്ട് തന്നെ പിന്നെയും ചോറിന് വേവ് കൂടിക്കൊണ്ടിരിക്കും. ഇങ്ങനെ ചോറ് വേവ് കൂടിക്കഴിഞ്ഞുള്ള പ്രശ്നം, ചോറുകൾ പരസ്പരം ഒട്ടിപ്പിടിക്കും. പിന്നെ ഒരു പായസ പരുവത്തിലായിരിക്കും നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് അത് നിങ്ങൾ ഓർമ്മിക്കുക. നമ്മൾ കുക്കർ ഓഫ് ചെയ്തതിന് ശേഷം 15 മിനിറ്റ് മാത്രം നമ്മൾ മാറ്റി വെച്ചിരുന്നാൽ മതി. അതിന് കഴിഞ്ഞിട്ട് നമ്മൾ വെള്ളം വാർന്നു പോകാൻ വേണ്ടി വയ്ക്കേണ്ടതാണ്. ഞാൻ ഇതിൻ്റെ വെള്ളം വാർന്നു പോകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. കഞ്ഞിവെള്ളം വളരെ ഗുണകരമായിട്ടുള്ള ഒരു പാനീയമാണ്. അതുകൊണ്ട് എല്ലാവരും കഴിവതും കളയാതെ യൂസ് ചെയ്യുക. ഒരു ഗ്ലാസ് വെച്ച് ഒന്ന് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഡ്രോപ്പ് രീതിയിൽ ഇപ്പോഴും വെള്ളം വാർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 10-15 മിനിറ്റ്, 10 മിനിറ്റ് ഒന്നും ആവശ്യമില്ലെങ്കിലും വേണമെങ്കിൽ 10-15 മിനിറ്റ് നമുക്കിതുപോലെ വെള്ളം വാർന്നു പോകാൻ വേണ്ടി വെച്ചിരിക്കും. അങ്ങനെ 10 മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ നോക്കുമ്പോഴത്തേക്കും വേറെ ഡ്രോപ്പായിട്ടൊന്നും വെള്ളം വീഴുന്നില്ല. അപ്പം വെള്ളമെല്ലാം വാർന്നു കഴിഞ്ഞു എന്നർത്ഥം. നമുക്ക് ഇനി അതിനെ നേരെയാക്കാം. കണ്ടോ, നമ്മുടെ ചോറ് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. നമുക്ക് കഴിക്കാൻ വേണ്ടി കറക്റ്റ് രീതിയിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. കണ്ടോ, കറക്റ്റ് രീതിയിൽ തന്നെയാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ അതോടൊപ്പം തന്നെ നമ്മുടെ കഞ്ഞിവെള്ളം റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് കഞ്ഞിവെള്ളം ഒന്ന് ഉപ്പൊഴിച്ച് വയ്ക്കാം. ഉപ്പെടുക്കുക, ആവശ്യത്തിന് ഉപ്പൊഴിക്കുക. കുറച്ച് ഉപ്പ് മതിയാകും. അതിനുശേഷം വെള്ളം ഒഴിക്കാം. അപ്പോൾ നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കോംപ്ലിമെൻ്റ് ആയിട്ട് നമുക്ക് കഞ്ഞിവെള്ളവും കൂടെ അതിനൊപ്പം തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വേണ്ടി ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ഐറ്റമാണ് കുക്കറിൽ ചോറ് വയ്ക്കുക എന്നത്. നമുക്ക് നല്ല പരുവത്തിൽ കിട്ടുകയും ചെയ്യും, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒപ്പം നിങ്ങൾ ഈ കഞ്ഞിവെള്ളം കൂടെ കളയാതെ യൂസ് ചെയ്യുക. വളരെ നല്ലതാണ്, നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്ക് ഐറ്റമാണ് കഞ്ഞിവെള്ളം എന്ന് പറയുന്നത്. കൊച്ചുകുട്ടികൾക്ക് പ്രത്യേകിച്ചും നിങ്ങൾ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പം ഈ ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യുക, എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൂടെ ഷെയർ ചെയ്യുക. ഞാൻ മുമ്പും കുറച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസൊന്നും കണ്ടിട്ടില്ലാത്തവർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിരിക്കാം, നിങ്ങൾ കയറി കാണുക. നിങ്ങളെല്ലാവരും എന്നോടൊപ്പം ഉണ്ടായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബായ്.